പത്തനംതിട്ടയിൽ നിന്നും പമ്പയിലേക്കുള്ള വഴിയിൽ ളാഹ പിന്നിട്ട മഞ്ഞത്തോട് വനമേഖലയിൽ കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ് മൃതശരീരം സംസ്കരിച്ചത്. 6-ാം നാളാണ് മരിച്ചു എന്ന് കരുതുന്ന മഞ്ഞത്തോട് ആദിവാസി മേഖലയിലെ താമസക്കാരനായ 70-കാരൻ രാമൻ ബാബുവിനെ ബന്ധുക്കൾ കോന്നി കൊക്കാത്തോട് വനമേഖലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടിയാണ് സംസ്കരിച്ച മൃതശരീരം ആളുമാറിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റാന്നി തഹസീൽദാർ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പോലീസ് സർജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലയ്ക്കൽ പോലീസാണ് നടപടികൾ സ്വീകരിക്കുന്നത്. മൃതശരീരം പുറത്ത് എടുത്ത് DNA പരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. റാന്നി തഹസീൽദാർ അജികുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇനി തുടർ നടപടികളായിട്ടുണ്ടാവുക? തുടർ നടപടികൾ ഇതിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കിയ ബോഡിയായിരുന്നു. അതിപ്പോൾ ഇതെടുത്ത് പുറമേ എടുത്തിട്ട് ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി കൊടുക്കുകയാണ്. പിന്നെ പോലീസ് സർജനുണ്ട്, അദ്ദേഹം അതിനകത്ത് DNA സാമ്പിൾസ് ശേഖരിച്ച് വയ്ക്കും. അത് ചെയ്യുന്നപ്പോൾ ഉടൻ തന്നെ പോലീസിൻ്റെ നിഗമനം ഇപ്പോൾ ഉടൻ തന്നെ അത് അടക്കുക എന്നുള്ളതാണ്. ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതേപോലെ ഡീകമ്പോസിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അടക്കം ചെയ്യാനുള്ളൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ DNA ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും ബന്ധുക്കൾ വരുവാണെങ്കിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ അജ്ഞാത മൃതശരീരത്തിൻ്റെ ചിത്രങ്ങൾ അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കും. ആരെങ്കിലും ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്ന പക്ഷം അവരുടെ സാമ്പിളുകൾ കൂടി പരിശോധിച്ച് DNA ചേരുന്ന പക്ഷം ഇതുമായി ബന്ധപ്പെട്ട മൃതശരീര അവശിഷ്ടങ്ങൾ കർമ്മങ്ങൾക്കായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതടക്കം കൈമാറാൻ വേണ്ടിയാണ് പോലീസിന്റെ ആലോചന. കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് കരുതിയ ആൾ തിരിച്ച് എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ മഞ്ഞത്തോട്ടിൽ തന്നെ രാമൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം കഴിയുകയാണ്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.